വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും അന്വേഷിക്കുകയായിരിക്കും ജംഷി എവിടെ പോയി എന്നല്ലേ. ഞാൻ ഇവിടെയൊക്കെ തന്നെയുണ്ട് ഗായ്സ്. ഞാൻ വരും, തിരിച്ചു വരും. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ യാത്ര എങ്ങോട്ടാണ് എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതേ പതിവ് പോലെ ഹോസ്പിറ്റലിലോട്ട് തന്നെയാണ്. ഇസാമറിയം കളിക്കാൻ പോയിട്ട് താഴെ വീണ് മുട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നതാണ്. മുറി ഒന്ന് കാണിച്ച് ഡ്രസ്സൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഗായ്സ് വിശേഷങ്ങൾ? ഞാൻ സംസാരിച്ചതിൽ ഒരുപാട് എന്ന് കൂടിപ്പോയോ എന്നൊരു സംശയമില്ല, അതില്ല. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാനിപ്പോൾ അങ്ങനെ വീഡിയോസൊന്നും അങ്ങനെ ഇടാറില്ല. കുറച്ചു തിരക്കിലൊക്കെ ആയിപ്പോയി. തിരക്കതാ കാണുന്നുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളാണ്. വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? നിങ്ങളെല്ലാവരും എന്നെ മറന്നോ? വീണ്ടും ഞാൻ വരും കേട്ടോ, ലൈവൊക്കെ ആയിട്ട്. എല്ലാവരും ലൈവിലൊക്കെ വരുന്നേ മറക്കരുതേ. ഇപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ടാണ്. പിന്നെ മോക്ക് വെക്കേഷൻ ആയതുകൊണ്ട് അവളുണ്ടാവും പിന്നാലെ. അപ്പോൾ ലൈവൊക്കെ എടുക്കുമ്പോൾ അവൾ മുന്നിൽ വന്ന് നിന്നാൽ അതും പ്രശ്നമാണല്ലോ. അവൾ ആ കാലിൽ മുറി പറ്റിയിട്ടും അവൾ കളിക്കുന്നത് കണ്ടില്ലേ ഗൈസ്? ആ കാലുകൊണ്ട് എന്തൊക്കെ കളിക്കാൻ പറ്റും അതെല്ലാം അവൾ കളിക്കുന്നുണ്ട് കേട്ടോ. അവൾക്കതൊന്നും ഒരു വിഷയമേ അല്ല. അപ്പോൾ നമ്മൾ ആ ഹോസ്പിറ്റലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങുകയാണ്. നമ്മളവിടെ വിനോദയാത്രക്ക് വന്നതുപോലെയാണ് അവളുടെ ഒരു വിചാരം. എങ്കിലും കൊള്ളാം. ആഹാ, നല്ല ഭംഗിയുണ്ടല്ലേ നടത്താൻ, കാണാൻ. ഇങ്ങനെയും നടക്കാമെന്നാണ് അവൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ കാണിച്ചു. മുറി ഡ്രസ്സ് ചെയ്യാനുള്ള ആൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു ഒരു വൈകുന്നേരമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടത്. രാവിലെ 8 മണി തൊട്ടിട്ട് 1 മണി വരെയുള്ളൂ മുറി ഡ്രസ്സ് ചെയ്യുന്നവരെയൊക്കെ അവിടെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം വേണ്ട, ഓയിൽമെൻ്റൊക്കെ തന്നു. അത് ഗുളികയും തന്നു. ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഒരു 3 ദിവസം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ മുറിക്കുള്ള മരുന്നൊക്കെ കൊണ്ടുവന്നു. നമ്മൾ വീട്ടിലെത്തി. ഇതാണ് മുട്ട്. ഈ കാണുന്നത് പോലെ അല്ല കേട്ടോ, കുറച്ച് നന്നായിട്ട് തൊലിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാനൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എടുത്തതാണ്. അപ്പോൾ മുറി ഡ്രസ്സ് ചെയ്യാണ്. അപ്പോൾ അവളെ കളിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം കളിക്കാൻ. നിങ്ങൾ പുറത്ത് കളിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം കളിക്കാൻ. നിങ്ങളെ കണ്ണ് നിങ്ങളടുത്ത് തന്നെ ഇരിക്കണം, വേറെ ആളെടുത്ത് പോവല്ലേ. എന്ന് വെച്ചാൽ നിങ്ങളെ കണ്ണ് തെറ്റിയ നിങ്ങൾ എവിടെയെങ്കിലും പോയി ചിലപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു തരുന്നുണ്ട് ഗ്യാസ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കളിക്കാൻ പോകുമ്പോഴേ. അവൾ സ്റ്റെയർ കയറുന്നതൊക്കെ അയ്യോ പാവല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോസ് വരുന്നത് വരെ ബൈ ബൈ, ഗുഡ് നൈറ്റ്.